ഈ മതിൽക്കെട്ടിനപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ഗൾഫ് നാടുകളിൽ ലഭിക്കുന്നതിനേക്കാൾ ശമ്പളം ലഭിച്ചിരുന്ന മാവൂർ ഗോളിയോറോയിൻസ് എന്ന ഒരു സ്ഥാപനമാണിത്. സമരം ചെയ്തും കൊടികുത്തിയും പൂട്ടിച്ച ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് കോഴിക്കോട്ടെ മാവൂർ ഗോളിയോർ റയോൺസ്. ഒരു കാലത്ത് ഇന്നത്തെ ഗൾഫ് നാടുകളിൽ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്ന മാവൂർ ഗോളിയോറൈൻസ് എന്ന പൊന്മുട്ടയിടുന്ന സ്ഥാപനം സമരം ചെയ്തും കൊടികുത്തിയും പൂട്ടിച്ച് ഇതിന്നൊരു പ്രേതഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. മാവൂർ ഗോളിയോർ റയോൺസ് എന്ന പൊന്മുട്ടയിടുന്ന താറാവ് മരണപ്പെട്ടതോടെ പലരും ജോലി തേടി മറ്റിടങ്ങളിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടപ്പെട്ടു. മാവൂർ പഞ്ചായത്തിലെ 2 വാർഡുകൾ തന്നെ ഇല്ലാതെയായി. ആൾ താമസമില്ലാത്ത ഗ്രാമങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പകർച്ചവ്യാധി കൊണ്ടും പ്രകൃതി ദുരന്തം കൊണ്ടും ഗ്രാമം വിട്ടുപോയ ജനതയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സമരം ചെയ്തും കൊടികുത്തിയും പൂട്ടിപ്പോയ സ്ഥാപനം കാരണം തൊഴിൽ നഷ്ടപ്പെട്ട ജനങ്ങൾ ഗ്രാമം വിട്ടുപോയ കഥകൾ ഒരുപക്ഷെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ മാത്രമായിരിക്കും. ഈ ഭൂമി ഇങ്ങനെ പ്രേതഭൂമിയായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇവിടെ പുതിയ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. ഓരോ ഇലക്ഷൻ വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഉടൻ തുടർന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇവിടെ മികച്ച മറ്റൊരു സ്ഥാപനം വരുമെന്നതാണ്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ ചെറുകിട സംരംഭകർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കിടക്കുന്ന ഭൂമിയിൽ 25 സെൻറ്റും 50 സെൻറ്റും സ്ഥലമൊക്കെ കൊടുത്ത് ചെറുകിട വ്യവസായികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ ഈ പ്രദേശത്തുള്ളവർക്കും ചെറുകിട വ്യവസായം തുടങ്ങുന്നവർക്കും ഗവൺമെൻറ്റിനും ഒരുപാട് വരുമാനമുണ്ടാവുകയും ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. മാവൂർ ഗോളിയോറൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഈ നാട്ടിലുണ്ടെന്നും അവിടെ ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മളെ പെരുന്നാളിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ പോലെ ഭയങ്കര ഉത്സവ പ്രതീതിയാണെന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു തൊഴിലാളിയാണോ നേരത്തെ? ഞാൻ 75 മുതൽ 2000 വരെ. അപ്പോൾ നിങ്ങൾക്കൊരു അനുഭവം ഒന്ന് പറയാമോ? എന്നിട്ട് ശമ്പളം കിട്ടുന്നതും അക്കാലത്തെ സർക്കാർ ജോലിക്കാർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളമാണോ ഈ ഫാക്ടറിയിലെ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? അന്ന് സാമാന്യം നല്ല ശമ്പളം തന്നെയായിരുന്നു. അത് എത്രയോ ആളുകൾ പിന്നെ സർക്കാർ ജോലി ഒഴിവാക്കിയിട്ട് പോലും ഇവിടെ ഈ പിന്നെ ശമ്പളം, അതിന് പുറമെ വർഷത്തിൽ ബോണസ് ആയിട്ട്, അതായത് 10-ാം തീയതിയാണ് ശമ്പളം കിട്ടുക. 10-ാം തീയതി ശമ്പളം കിട്ടുന്നതോടുകൂടി അന്നാണ് നാട്ടിൽ ഈ കുറിക്കല്യാണമൊക്കെ ഉണ്ടാവുക, കല്യാണങ്ങളൊക്കെ കേന്ദ്രീകരിച്ച്. അതേപോലെ കോഴിക്കോട് തന്നെ ഒരു 10-ാം തീയതി എന്ന് പറഞ്ഞത് 2 ഫൈബർ ആൻഡ് പിന്നെ ട്രയോൺസ് പൾപ്പും ആൻഡ് ഫൈബർ കോടിക്കണക്കിന് റുപ്യാണ് കോഴിക്കോടേക്ക് കച്ചവടക്കാർക്കായിട്ട് എല്ലാ നിലക്കും ഇറങ്ങുക. അപ്പോൾ ഉത്സവം തന്നെയാണ്. അന്നൊക്കെ ചെറിയ നാട്ടിലൊന്നും ഇന്നത്തെ മാതിരി ഗൾഫില്ലല്ലോ. ഇപ്പോൾ പല വ്യവസായങ്ങൾ തന്നെ ഒരു കേരളത്തിൽ തന്നെ പറഞ്ഞോണം ഒരു നല്ലൊരു കമ്പനി തന്നെയാണ്. നല്ല ഇത്രയും നല്ലൊരു പൊന്മുട്ടയുടെ താറാവിനെ കൊല്ലാനുള്ള കാരണം എന്താ? കൊല്ലാൻ അന്ന് കാരണം പറഞ്ഞത് ഈ മലിനീകരണം, അതേപോലെ പൊല്യൂഷന്, അതുകൊണ്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് അത് കമ്പനി പൂട്ടിയിട്ട് 23-24 കൊല്ലമായി. അന്നത്തെക്കാളും ക്യാൻസർ ഇപ്പോഴാണ്. അപ്പോൾ അതല്ല കാരണം എന്നുള്ളതാണ്. അതല്ല, അത് അന്ന് ഓരോ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിനൊരു മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ കമ്പനി ഇന്നും ഇവിടെ നിലനിൽക്കുമായിരുന്നു. ഇത് തുടക്കം മുതൽ പിന്നെ സമരമൊക്കെ വന്ന് ഈ മലിനവെള്ളം പുഴയിലേക്ക് ഒഴിച്ച് വിട്ട് മത്സ്യങ്ങൾക്ക് ചാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതൊക്കെ മാറി. അതായത് ചെയ്യാവുന്നിടത്തോളം ഈ പൊല്യൂഷൻ, ഈ മലിനീകരണം പ്ലാന്റ്, എഫ്ലുവൻറ്റ് പ്ലാന്റ് നല്ല ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നെ വലിയൊരു വ്യവസായമല്ലേ ഈ വെള്ളം. എന്തായാലും പിന്നെ അല്ല, ഞാൻ പറയുന്നത് ഈ മലിനീകരണ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ AC മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർ പൊല്യൂഷൻ ആവട്ടെ, വാട്ടർ പൊല്യൂഷൻ ആവട്ടെ, മറ്റേതൊരു പൊല്യൂഷൻ ആവട്ടെ, അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന വെച്ചാൽ വ്യവസായം തുടങ്ങുന്നതിന് എന്താ എനിക്ക് പ്രശ്നമെന്ന് അദ്ദേഹം ഒരു ഉദ്ഘാടന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടിയിലൊരു ഹോളോ ബ്രിക്സ് ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് എന്ത് പൊല്യൂഷൻ പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീനറീസുകൾ ഇന്ന് ലഭ്യമാണല്ലോ. ഇന്ന് അത്രയും പഴയ കാലത്തൊന്നും അത്ര ആധുനികമായി കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അതെ അതെ. അപ്പൊ ഇവിടെ എന്താ വെച്ചെങ്കിൽ ഇത്രയും പിന്നെ നല്ല ചാലിയാറുള്ള വെള്ളമാണ്. പിന്നെ അത് കേട് വരുമ്പോൾ നാട്ടുകാർ എല്ലാവർക്കും കമ്പനി പണി ഇല്ലല്ലോ. അതെ അതെ അതെ. കുറെ ആൾക്കല്ലേ കമ്പനി പണി ഇല്ല. അപ്പോൾ കമ്പനി പണി ഇല്ലാത്ത ആളുകൾക്ക് ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ അതുണ്ടാവും.
അതുകൊണ്ടാണ് പോയി. ഇത് പൂട്ടി അല്ല ഇവിടുത്തെ ഈ ഒരു ഇതൊന്ന് പറയും, ഈ ശമ്പളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഒരു ആഘോഷവും ആഘോഷം ഇതന്നെ. ശമ്പളം കിട്ടുന്ന 10-ാം തീയതിയാണ്. പിന്നെ നാട്ടിലുള്ള ആർക്ക് പണിയില്ലെങ്കിലും സ്ഥിരം ജോലി അല്ലെങ്കിലും ഇവിടെ വന്നാൽ പണി ഉണ്ടാവും. ഈ താൽക്കാലികമായിട്ട് നിർമ്മാണ പ്രവർത്തനം അതും ഇതൊക്കെ ആയിട്ട് എങ്ങനെയാലും പണി ഉണ്ടാവും എല്ലാവർക്കും. പിന്നെ നാട്ടിൽ ഒരുപാട് ആൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആൾ ഇവിടെ ഈ അഭ്യസ്തവിദ്യരായ ആളുകളൊക്കെ പുറത്തുനിന്നാണ്. അന്നൊന്നും അത്ര ആൾ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അന്നൊന്നും വലിയ സ്കൂളും വിവരമൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 5,000, 6,000, 7,000, 8,000 അന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയല്ലേ. അത് സർക്കാർ ജോലിനേക്കാളും വലിയ ശമ്പളമായിരുന്നു ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് അത് മാറി. പിന്നീട് ഒരു 85-90 കാലഘട്ടം ആകുമ്പോഴേക്കൊക്കെ സർക്കാർ തന്നെ നല്ല ശമ്പളമായി മാറി. ഇനിയിപ്പോ ഇത് പൂട്ടിക്കിടക്കുന്നു, ഇതിന്റെ ഒക്കെ ജനങ്ങൾക്ക് ഇവിടെ എന്താ 400-500 ഏക്കർ സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, റോഡുണ്ട്, പാലം. ഇപ്പം അന്ന് ഇപ്പോൾ 2-3 പാലം ഇവിടെ വന്ന്, അപ്പോൾ എയർപോർട്ടുണ്ട്. എല്ലാ നിലക്കും ഒരു ഇത്രയും 400 ഏക്കർ സ്ഥലം ഇങ്ങനെ എന്താ പറയുക അന്യാധീനപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞത് വലിയ കഷ്ടമാണ്. കാരണം അതിനുള്ളിൽ ഇപ്പം എന്തൊക്കെ എല്ലാം അറിയില്ല. പന്നി, പാമ്പ്, എല്ലാ ജാതി വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വ്യവസായം, പ്രത്യേക കേരളത്തിലൊക്കെ ഒരു വ്യവസായം വരാൻ 400 ഏക്കർ 500 ഏക്കർ ഒരുമിച്ച് ഇങ്ങനെ സൗകര്യമുള്ള സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് കഴിയില്ല. കാരണം ഒരുപാട് വീടുകളൊക്കെ ഒഴിപ്പിക്കേണ്ടി വരും, വീടുകളോ ബിൽഡിങ്ങുകളൊക്കെ. ഇതിപ്പം നല്ല സ്ഥലമാണ്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, ഒന്നിച്ച് എന്ത് വ്യവസായത്തിനും പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞാനൊരു നിർദ്ദേശം നിങ്ങളോട് പറയട്ടെ. അതായത് നിങ്ങൾ പ്രദേശത്തുകാരനാണല്ലോ, ഇത്രയും ഏക്കർ സ്ഥലം നമ്മൾ മനസ്സിലാക്കിയത് ഒരു 400-450 ഏക്കർ സ്ഥലമെങ്കിലും മൊത്തം ഉണ്ടാവും. ഈ 450 ഏക്കർ സ്ഥലത്ത് ഒരാൾക്ക് ഒരു 50 സെൻറ്റ് വെച്ചിട്ട് കുറേ ചെറുകിട സ്ഥാപനങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ജോലിയും കിട്ടും. അതേസമയം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും ചെറിയ പരിപാടികൾ തുടങ്ങാം, കുറേ ആളുകൾക്ക് ജോലിയും കിട്ടും. ഈ ഒരു നിർദ്ദേശത്തിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലതാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ കേരളത്തിൽ കിൻഫ്ര പാർക്ക്, അവിടെ സർക്കാർ എന്ത് ചെയ്യും, റോഡ്, വെള്ളം, വൈദ്യുതി. പിന്നെ അവർ ഇപ്പം ഇവിടെ കാക്കഞ്ചേരിയൊക്കെ കണ്ടില്ലേ, പല സ്ഥലത്തുണ്ടല്ലോ. പക്ഷെ അത് ഇതിൻ്റെ സ്വകാര്യ ഭൂമിയാണ്, സ്വകാര്യ ബെർലൻ്റെ അടുത്തുള്ളത്. അതൊക്കെ ബെർലൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. അല്ല നടക്കുമല്ലോ, കാരണം ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിർളക്കും ഒരു പക്ഷേ ഇത്ര ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, ബിർളൻ്റെ സ്ഥലമൊക്കെ തന്നെ, പക്ഷേ നാട്ടുകാർക്ക് ഇവിടെ 25 സെൻറ്റ് സ്ഥലത്തും 10 സെൻറ്റ് സ്ഥലത്തും 15 സെൻറ്റ് സ്ഥലത്തും ഒക്കെ ആയിട്ട് ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ നല്ലതാണ് അല്ലേ. ഒരുപാട് കമ്പനികൾ വരുമല്ലോ, പല എന്തൊക്കെ ചെയ്യാൻ പറ്റും. പാർക്കുകൾ, അതെ, സ്റ്റേഡിയങ്ങൾ, വലിയ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. എല്ലാ നിലക്കും ഒരു എയർപോർട്ട് തൊട്ടടുത്ത്, കോഴിക്കോട് ടൗണ് തൊട്ടടുത്ത്. ഈ നാട്ടിലുള്ള മന്ത്രിയായിരുന്നല്ലോ നേരത്തെ, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നേ. ശരിക്കും അദ്ദേഹമൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ നടപ്പാക്കാമായിരുന്നു, ഒരു ശ്രമമെങ്കിലും നടത്താമായിരുന്നു. ശ്രമം നടത്തി എന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷേ അത് ബെർലൻ്റെ ആയതുകൊണ്ട് എത്രത്തോളം അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അത്ര പറയാൻ പറ്റും. അതെ, ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ട് നാട്ടുകാരിൽ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വിജയിച്ചില്ല. ഇനിയും വരുന്നവരൊക്കെ എന്താ വെച്ചെങ്കിൽ അങ്ങനെ ഈ ബെർല പറഞ്ഞുള്ള അവരെ സംബന്ധിച്ച് ഒന്നുകിൽ അവർ നടത്തുക, അവരത് ഒരു കാലത്ത് നടത്തിയില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇത്രയും ഭൂമി വെറുതെ കിടക്കില്ലേ, അത് പിന്നെ കേരളത്തെ പോലത്തെ സ്ഥലത്ത് 400 ഏക്കർ സ്ഥലം 23-25 കൊല്ലമായിട്ട് ഇങ്ങനെ അടച്ചു പൂട്ടിയില്ല എന്ന് പറഞ്ഞത്, അതിനെന്തായാലും ശരിക്കും അത് എന്താ പറയുക, സർക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂടി അതിന് എന്തെങ്കിലും ഒന്നുകിൽ അവർ തുടങ്ങുക, അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക.